സന്തോഷായിട്ടാ, സന്തോഷായി. ഞാനും വിചാരിച്ചിരുന്നു എന്തായി ബർത്ത്ഡേ എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഇന്ന് പറഞ്ഞു അച്ഛന് പറ്റില്ല പറഞ്ഞു. അച്ഛനെ പറ്റില്ല, ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞില്ലേ. നിങ്ങള് പറയത്തിട്ടോ കുട്ടീനെ ഇത് വെച്ചിട്ട്. അമ്മ പറഞ്ഞല്ലേ അവയോട് ഇന്ന് പോയി വാങ്ങിക്കണമെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ഏമാത്തൊന്നും എത്ര കഷ്ടമുണ്ട് കുട്ടിയുടെ പിറന്നാളായിട്ട് എൻ്റെ അടുത്ത്. ഇത് കണ്ടോ ആവൂ, അത് സാറില്ലേ എല്ലാവരും കുമ്പോ ആണതല്ലേ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് സദ്യ ഉണ്ടാക്കാൻ പോവാണ്, ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. പിന്നെ വാവക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഒന്ന് അവളുടെ അമ്മമ്മയും മുത്തശ്ശനും വരാൻ പോവാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു പായസം, അതിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. അവള് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല, എന്നാലും അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതായത് മൊത്തത്തിൽ ഇന്ന് വാക്കുട്ടിക്ക് 2 സർപ്രൈസ് ആണ്. ഇത് കണ്ടോ ആവൂ, അത് സാറില്ലേ എല്ലാവരും കുമ്പോ ആണതല്ലേ. എങ്ങനെ ഈ കോലത്തിലായത്? ഇതിപ്പോ എന്താറിയില്ല, അല്ല ഒരുപാട് ഒരുക്കണല്ലോ. ടെൻഷനായിട്ടേ എന്താ അറിയാതെ എനിക്ക് ടെൻഷനായി എല്ലാം കൊളാക്കും. അങ്ങനെ ആയതേ. ഇപ്പൊ എന്റെ മേത്ത് കുക്കറില് അല്ല വേദന. കുക്കറോ? കഴിച്ചിട്ടില്ല, പൊങ്ങല് കഴിക്ക. വാക്കുട്ടി എണീക്കണുള്ളൂ. ബർത്ത്ഡേ അല്ലടി, അതിനെ നീപ്പിച്ച് കുളിപ്പിക്കണ്ടേ. മേലുണ്ട് നല്ല ഉറക്കത്തിലാ. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ഉപ്പുമാവാ. വാക്കുട്ടി, ഹലോ, ആരാ വന്നിരിക്കുന്ന നോക്കിയേ. ഹലോ തത്തുമണി. ഉറക്കല്ല, ചിരിച്ചൊക്കെ തിരിഞ്ഞു തന്നതാ. അത് ഞങ്ങളുടെ കിക്കിളിയൊക്കെയല്ലേ ഇവിടെ എണീക്കുള്ളൂ. ഞങ്ങൾ അങ്ങനത്തെ കുട്ടിയല്ലേ കിക്കിളിയാക്കണം. ഹലോ ഇങ്ങോട്ട് തിരിയട്ടെ. ആരത് എന്തൊരു ഞെട്ടല് പോലെ. അതന്നെ മുത്തച്ഛൻ തന്നെ. എന്തത് 10 മണിയായി വാക്കുട്ടി, എണീറ്റേ. ഇന്ന് ബർത്ത്ഡേ ബേബിയായിട്ട് കിടന്നുറങ്ങുക വന്നാട്ടെ. ഇതാരാ മനസ്സിലായില്ലേ? എണീറ്റിട്ട് മനസ്സിലായിട്ടില്ലേ? ഒന്നിട്ട് മനസ്സിലാവേണ്ട ആള് മൂക്ക് തൊട്ട് ഇതാക്കിട്ട് ഒക്കെ മനസ്സിലായി. ആള് വേറെയാ. അതന്നെ ഇപ്പൊ നടക്കുള്ളൂ. മടി കിടന്നുറങ്ങും ഞങ്ങളല്ലേ. ഡെയിലി കാപ്പി കുടിക്കണ അമ്മയ്ക്ക് ഇന്ന് ചായ, കുട്ടിയുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട്. അങ്ങനെയാണോ? മതിയാവും അമ്മയ്ക്ക്. അതൊക്കെ മതി. ഷുഗർ നല്ല ഉള്ള ആളാ. മതിയാവില്ല. ഈ സാധനമൊക്കെ കൊണ്ടുപോയിട്ട് ഉണക്കാട്ടാലോ, വെയിലുള്ള സ്ഥിതിക്ക്. അത് മതിയാവും. അതിട്ടോ, ഇതെന്തായാലും വേണ്ടി വരും. ചായ. അമ്മമ്മയും മുത്തച്ഛനൊക്കെ വന്നു കുട്ടിയുടെ. കേട്ടോ ഒച്ച കേട്ടോ. നിങ്ങൾ ഉറങ്ങായിരുന്നു? നിങ്ങൾ എണീറ്റില്ലേ? അതുകൊണ്ട് എന്തായാലും ഇപ്പം എണീച്ച് വരില്ല. വയ്യ തീരെ. ഇന്നത്തെ പണിയൊക്കെ പാടാനായിട്ട് ഇന്നലെ രാത്രി അലക്കിയതൊക്കെ ഫുള്ള് ഉണക്കാനിട്ടു. വെയിൽ കുറവാണ്, എന്നാലും കുഴപ്പമില്ല, ചൂടുകൊണ്ട് ഉണങ്ങി കിട്ടും. രാവിലെ തന്നെ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി. സാധനങ്ങൾ കുറച്ച് മിസ്സിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്നു. അപ്പോഴേക്കിതാ അച്ഛനും അമ്മയും വന്നു. അപ്പോൾ അച്ഛൻ കുട്ടീനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവക്കുട്ടി എണീക്കുന്ന സമയം 10 മണി. നമുക്ക് വാങ്ങാൻ പോണെങ്കിൽ പോരേട്ടാ, അല്ല കുട്ടിയെ ടൈം ആവുന്നുണ്ട്. ഞങ്ങള് പൊലിച്ചു വാങ്ങുമ്പോ നിങ്ങൾ വാങ്ങും അതിനെ ഏമാത്തല്ല. അച്ഛനും അമ്മേന്റെ മാറ്റം അപ്പൊ വാങ്ങും. രാവിലെ പറഞ്ഞ അച്ഛൻ വാങ്ങും. ഇന്ന് പറഞ്ഞു അച്ഛന് പറ്റില്ല പറഞ്ഞു. അച്ഛനെ പറ്റില്ല, ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞില്ലേ. നിങ്ങള് പറയത്തിട്ടോ കുട്ടീനെ ഇത് വെച്ചിട്ട്. അമ്മ പറഞ്ഞല്ലേ അവയോട് ഇന്ന് പോയി വാങ്ങിക്കണമെന്ന് പറഞ്ഞല്ലേ.
ഇപ്പൊ ഏമാത്തൊന്നും എത്ര കഷ്ടമുണ്ട് കുട്ടിയുടെ പിറന്നാളായിട്ട് എൻ്റെ അടുത്ത്. പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ കുട്ടിയുടെ വാക്ക് കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാനത് അനാവശ്യമായിട്ട് പറയാറേ ഇല്ല. അവിടെ എടുപ്പ് സൂപ്പറായല്ലോ. എന്താ വേണ്ടേ? ദോശ വേണോ? കളിപ്പിക്കരുത്. കഴിക്കില്ലേ? ഇത് കഴിക്കുവാ കുട്ടി. ഒന്ന് കഴിച്ചാ ദോശ. ബുക്ക് ചെയ്ത നമുക്കത് കയറിയിട്ട് വേഗം കിട്ടുന്ന വരാനുള്ളതല്ലേ. ഇത് നമുക്കൊന്നും വേണ്ട. വണ്ടിയിൽ കയറാ, അവിടെ ഇറങ്ങാ, വണ്ടിയിൽ കയറിയിട്ട് പോകും. ഒരു ഗ്ലാസ് മുഴുവൻ കുടിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല. വാവക്കുട്ടിക്ക് കൊലുസ് വാങ്ങാൻ വേണ്ടി പോവാണ്. വാവക്കുട്ടിക്ക് കൊലുസ് വാങ്ങി കൊടുക്കാൻ വേണ്ടി പോവാണ്. അവളുടെ കൊലുസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അമ്മമ്മയുടെ വീട്ടിൽ പോയി അപ്പോഴാണ് അന്നേ. അപ്പോൾ പുതിയതൊന്ന് വാങ്ങണം എന്ന് എഴുതിയിട്ട് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പോക്ക് നടന്നിട്ടില്ല. ഇന്നിപ്പോൾ ഏതായാലും ബർത്ത്ഡേ അല്ലേന്ന് എഴുതിയിട്ട് അമ്മമ്മയും മുത്തച്ഛനും കൂടി പേരക്കുട്ടിക്ക് കൊലുസ് വാങ്ങിക്കൊടുക്കാനായിട്ട് പോവാണ് GRTയിൽ ആവടി. 12 മണി ആവാറായി. നമ്മുടെ സദ്യക്ക് വേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പേരി, പപ്പടം, പായസം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതാ പായസത്തിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മുവാണ് ദ ഗ്രേറ്റ് പായസം മേക്കർ. ഫസ്റ്റ് ടൈം അത് ഞാൻ ഉണ്ടാക്കണേ. ഇതിന് മുന്നേ പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു നോക്കാം. നന്നായിട്ട് വരൂടാ. ഇയാളുണ്ടാക്കിയത് ഏതാ കൊളായിട്ടുള്ളത് ഇതുവരെ? പൊളിയായിരിക്കും. കൂട്ടുകറിയും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കണേ. നല്ല രസമുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു. റെസ്റ്റിങ് രാവിലെ തൊട്ടിട്ട് പാവം നിൽക്കാൻ തുടങ്ങിയത് അടുക്കളയിൽ. അത് പണി, ഇത് പണി, മറ്റേത് പണി. ഞാനടക്കം ഇന്നലെ രാത്രി തന്നെ ഒരുവിധം ഒതുക്കിക്കൊണ്ട് 12 മണിയായി. 9 മണിക്ക് തുടങ്ങിയ ഇതിൻ്റെ പണി. ഇന്ന് അമ്മൂൻ്റെ ടേണാണ്. ഇതൊന്നും എനിക്കറിയാൻ പാടില്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കണത്. അതുകൊണ്ട് പിന്നെ ഞാൻ കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ടാണ്. വാവ്, സൂപ്പറായല്ലോ. സൂപ്പർ കൊലുസായല്ലോ. ഹാപ്പി ഹാപ്പി ഹാപ്പി. Morning guys, sorry. Morning guys. Welcome to you vlog. നമ്മള് ഈ ഗോൾസൊക്കെ വാങ്ങി. ഗോൾസ് വാങ്ങി അമ്മ എടുത്ത് കാണിച്ചു കൊടുത്തു. ഡ്രസ് എടുത്ത് കാണിച്ചു കൊടുത്തു. ഡ്രസ്സിങ് ഗോൾസ് പറയാൻ വയ്യ. പാദസേനം എന്നാ പറയുന്നത്. അങ്ങനെയും പറയാം. പോലീസ് എന്ന് തമിഴിൽ പറയും, മലയാളക്കാരും പറയും പോലീസ് എന്ന്. പക്ഷെ മലയാളത്തിൽ കൂടുതൽ പോലീസ് എന്ന് തമിഴാണ് മെയിനായിട്ട് പറയല്. മലയാളക്കാരും പറയും. നമ്മൾ പാദസരം എന്നാണ് മെയിനായിട്ട് പറയാറ്. ഓക്കെ, അതും തരാം വെള്ളം. അവർക്ക് ദാഹിക്കുന്നുണ്ടാവും 3 മണിക്ക്. അത് കുറേ ഉണ്ടാവും വെള്ളം. ആകെ നല്ല വെയിറ്റ് ഉണ്ടാവും. ഇതെടുത്തോ. ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ടാവും. ഇത് 2 കയ്യിലും വാച്ച് കെട്ടാനാ? എങ്ങനെ വായിച്ചോടോ? എങ്ങനെ പൊട്ടി? അച്ഛാ ശരിയാക്കി തരാം. നല്ല കിച്ചണ, നല്ല കിച്ചണ. ശരി, സമ്മതിച്ചു. സന്തോഷായിട്ടാ? സന്തോഷായി. ഞാനും വിചാരിച്ചിരുന്നു എന്താ ബർത്ത്ഡേ എങ്ങനെ ആവുമെന്ന് അറിയില്ല, വരാൻ പറ്റുമോ അറിയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇന്നലെ വിളിച്ചതും സന്തോഷമായി. അച്ഛൻ വിളിച്ചപ്പോ സന്തോഷായി. ഇത് ഉണ്ടാക്കി കണ്ട ഇനിയും സന്തോഷായി. എന്റെ മോക്ക് മരുമോ ഇതൊക്കെ പറ്റുന്നത് സമാധാനായി. അത്രയും നമ്മുടെ ആചാരങ്ങളാതെ അത് നശിച്ചു പോകണ്ടല്ലോ. വല്ലാത്ത ആചാരങ്ങളാണ്. അതെ, മണിക്കുട്ടി അമ്മടെ കഴിഞ്ഞ ദിവസം വിളിക്കൂ. അമ്മ വേഗം വന്ന് ചോറ് പാകം. അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. സോഫ്റ്റായി വിളിക്കണം. ചെല്ലു വരാൻ പറയും. അമ്മയ്ക്ക് വാവയ്ക്ക് വിളമ്പി തരാൻ പറയും. കിച്ചനൊക്കെ വാവ വിളമ്പി നോക്കി പോട്ടോ. അന്ന് വീണു. അതെ, 2 മകന്റെ കയറിയായിരുന്നു ആളെ. സോഫ്റ്റ് കടിയാവോ ഇവിടുന്ന് വീണ് ഇവിടുന്ന് ഒരു ഉരുണ്ട് വീണു. അതൊക്കെ ശരി. അവിടെ നിന്നൊക്കെ ആണെങ്കിൽ എന്താ സ്ഥിതി? ഇങ്ങനെയൊക്കെ സന്തോഷം. സന്തോഷമായി. ഇന്നലെ ഞങ്ങൾ എന്തെങ്കിലും
മതിയെന്ന് പറയരുത് കേട്ടോ. മതിയെന്ന് പറയരുത് കേട്ടോ. 2 വട്ടം വാങ്ങണേ. 3 വട്ടം. അല്ലേ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അതാ പറഞ്ഞത് മറക്കണ്ട. നാട്ടിൽ അങ്ങനെയൊക്കെ കണ്ടെണ്ണ ഞാൻ. ഈ കുറച്ചേ ഉള്ളൂ. രണ്ടാമത് വാങ്ങണം. ഞാൻ ഇനി വാങ്ങണേ. ഇത് കഴിഞ്ഞിട്ട് ഇനി തരൂ. അതിന് മണം കൊടുക്കേ. കിച്ചനെന്താ മാമു? കിച്ചന് രണ്ടാമത്തെ കൊടുക്കണം. വേണേ. മുന്നണി കഴിച്ചാ കിച്ചനും കൊടുക്കണം. ആകട്ടെ. അങ്ങനെ ചെവിയിൽ വെച്ച് തേച്ച് കൊടുത്താൽ മതി. ഒന്നുകൂടി തന്നു കഴിഞ്ഞാൽ പിന്നെ വാവ ഒന്നിച്ച് കഴിക്കണം. നമ്മള് നാട്ടിലത്തെ അരിയാണ് ഇതൊക്കെ. 1 more. സൂപ്പർ. ഇനി പപ്പടം കഴിച്ചോളൂ. ഇനി കഴിച്ചാൽ അമ്മ നടുവിൽ വന്നിട്ട് ഇനി വാവക്കുട്ടി കുഴപ്പമില്ല. കഴിച്ചോളൂ. അങ്ങനെ വാവക്കുട്ടിയുടെ പിറന്നാൾ ഇതാ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാവക്കുട്ടി ഇതാ കഴിച്ചുകൊണ്ടിരിക്കണു. ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കഴിക്കും. ഇവിടെ നോക്ക, അമ്മമ്മ നോക്ക്. അമ്മമ്മ നോക്കാം. അമ്മയൊക്കെ നോക്ക്. ചിരി ഓട്ടപ്പള്ളി ചിരിക്കി. അല്ല ചിരിക്കി, ഇത് ചിരിക്കി. വലിയ ഉരുളെടുക്കാൻ നോക്കട്ടെ. ഹാപ്പി സന്തോഷായില്ലേ? എല്ലാരും വന്നു, എല്ലാരും കൂടി സെലിബ്രേറ്റ് ചെയ്ത് രസമായില്ലേ? ഞങ്ങള് കരുതി അമ്മയ്ക്ക് തിരക്ക് കാരണം വരെയാവോ ബുദ്ധിമുട്ടാവോ എന്നൊക്കെ വിചാരിച്ചു. അവളെ വിളിച്ചപ്പോഴേക്ക് സന്തോഷായി. അതാ പറഞ്ഞു, നമ്മളായി വന്ന് നമ്മളായി പറഞ്ഞ് ചെയ്യണമെങ്കിൽ രസമില്ല. ഇതാണ് രസം. അല്ല, അമ്മ പറഞ്ഞത് തിരക്കാണ്, കോളേജിൽ ഓഫീസായിരുന്നേ. കൃഷ്ണനല്ല വാവയ്ക്കാ ബർത്ത്ഡേ. എന്നാ ബർത്ത്ഡേ? അതല്ല, എല്ലാ മാസം രോഹിണിയല്ലേ പറയാം. എല്ലാവർക്കും ബർത്ത്ഡേ ഉണ്ട്. ഓഹോ, ആയിക്കോട്ടെ. കൃഷ്ണന്റെ ബർത്ത്ഡേ, രണ്ടാളും രോഹിണി. ഓക്കെ ഓക്കെ. എല്ലാവരും ബർത്ത്ഡേ. ഞാൻ കഴിക്കൂ മുത്തുമണി. ഓക്കെ, ഞാൻ ബർത്ത്ഡേ, അച്ഛൻ ബർത്ത്ഡേ, അമ്മ ബർത്ത്ഡേ, ദസ് ബർത്ത്ഡേ, അമ്മമ്മ ബർത്ത്ഡേ. എല്ലാവരും ബർത്ത്ഡേ ആണ്. ഓക്കെ. വീട്ടിലുള്ള ഫുള്ള്. വീട്ടിലുള്ളവർക്ക് ഫുള്ള് അല്ലേ? ഇതാ വാവക്കുട്ടിയുടെ, ഇത് അമ്മു കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അച്ഛന്റെ, അതായത് എന്റേത്. ഇത് മുത്തശ്ശിയുടെ, മുത്തച്ഛന്റെ. അമ്മ പിന്നെ ഇവിടെ ഇരിക്കുമായിരിക്കും മുകളില്. സ്ഥലമില്ല. അച്ഛനല്ല, അമ്മമ്മ. എന്താ കഴിക്കാത്ത കൃഷ്ണ? എന്താ കഴിക്കാത്ത? കിച്ചൻ വാ കഴിക്കാത്തോണ്ട് കഴിച്ചില്ല. അങ്ങനെ നമ്മൾ ഒന്നും ഉണ്ടാവില്ലല്ലേ? മതിട്ടോ. അടയാണ് ഉണ്ണി ആദ്യം പറഞ്ഞില്ലേ അവിടെയാണെന്ന്. സൂപ്പർ. ഒരു വെറൈറ്റി എന്നും നമ്മൾ ഉണ്ടാക്കാത്തൊരു സാധനം സൂപ്പർ ആയിട്ടേ. ഫുള്ള് കഴിച്ചു കേട്ടോ. ഇന്ന് അത്ഭുതമായിരിക്കണോ? സാധാരണ ബർത്ത്ഡേക്ക് ഒന്നും കഴിക്കാണ്ട് മതി. അവള് കഴിച്ചു നല്ല കുട്ടിയായിട്ട്. ഞാനത് മിനിയാന്ന് കണ്ട വീഡിയോ. ഒരു കഴിക്കട്ടെ. ഷുഗർ കണ്ണു വരെ പ്രശ്നമായിട്ട് പോയിട്ട് ഡോക്ടർ വരെ ഒന്നും കുഴപ്പമില്ല. അമ്മക്ക് ഷുഗർ കൂടിയിട്ട് 342, ഫാസ്റ്റിംഗില് 172. പറഞ്ഞ കേക്കണ്ടേ? ശർക്കര ഒന്നും ഭയം കൊടുക്കണ്ട.
ഒരു ഗ്ലാസ് കാപ്പിക്ക് 2 ലീഡ് ശർക്കരയൊക്കെ ഇട്ട് ഞാൻ കാണാൻ ഒരു ഗ്ലാസ് കാപ്പി എന്നല്ല കുടിക്കുക, 3 ലിറ്റർ 1 ലിറ്റർ ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടാക്കിയിട്ട് അതിൽ പകുതിയാണ് നിറച്ച് വയ്ക്കും കാപ്പി. എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടിയോട് കുടി. ഈ കള്ളുടിയന്മാർ കള്ളു കുടിക്കണ മാതിരിയാ, നിർത്താതെ കുടി. പിന്നെ എങ്ങനെ ഷുഗർ തവാതിരിക്കുക? 342 ചില്ലറ ഒന്നുമല്ല കേട്ടോ അമ്മ. നീ കാപ്പി ഉണ്ടാക്കണ്ട. എല്ലാവരെയും എൻജോയ് ചെയ്യാമ്മ. എന്നാ നാളെ നമുക്ക് ആർക്കും അറിയില്ല. നല്ല ഉപദേശം. ഞാനേ അങ്ങനെ തന്നെയാണ്. അതാ പറയണത്, എന്താ പേടിക്കാതെ. നല്ല ഉപദേശം. അങ്ങോട്ട് നോക്കൂ. സൂപ്പർ സത്തനെ. മാർച്ച് മുതൽ തുടങ്ങണ്ട. മാർച്ച് മുതൽ ഏപ്രില് ഞാനില്ലാതെ മെയ് മാസം ഭാവിയും അച്ഛനും ജൂണ് ഉണ്ണിയും. നമ്മുടെ മാസം അമ്മയുടെ ഏതാ മാസം? എന്നാ പോരെ അമ്മ ജനുവരിയിൽ. ഞാൻ ജനുവരി മകീരനാള് ഭഗവാന് വടകര ചേർത്തുന്നോ? മകീരം ജനുവരി. അതന്നെ. എങ്ങനെയുണ്ട് പാലട? നന്നായി ഇഷ്ടായി, നല്ല സന്തോഷായി, ഇഷ്ടായി. ടേസ്റ്റ് ഉണ്ടോ? പറയണ്ട. പാലട ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക്? പാലിന്റെ ഒരു ചോയ അറിയണില്ലല്ലോ. പാലട ഇഷ്ടമായോ? ഞാനീ കുടിച്ചു. അങ്ങനെ വാവക്കുട്ടിയുടെ ബർത്ത്ഡേ നല്ല സൂപ്പറായിട്ട് അങ്ങ് പോയി. അമ്മമ്മ വന്നു, മുത്തച്ഛൻ വന്നു. സോ വാവക്കുട്ടി വളരെ ഹാപ്പിയായി. നമ്മുടെയൊക്കെ പിറന്നാൾ പോലെയല്ലല്ലോ വാവക്കുട്ടിയുടെ പിറന്നാൾ. അവളിപ്പോൾ ഈ ലോകത്തോട്ട് വന്നതേ ഉള്ളൂ, 5-6 വയസ്സായിട്ടേ ഉള്ളൂ. സോ അവരുടെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം, മാക്സിമം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക. മുമ്പ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്തിന്. ഇതിപ്പോൾ 4 പിറന്നാളാണ്. എന്തായാലും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാ ഫുഡുകളും ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായി. പകുതി ഫുഡ് ഞാൻ ഉണ്ടാക്കി, പകുതി ഫുഡ് അമ്മ ഉണ്ടാക്കി. എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ട് വരും ചെയ്തു എന്നാണ് മൊത്തത്തിൽ കിട്ടിയ റിവ്യൂ. എന്തായാലും സംഭവം നല്ല രസമായിട്ടോ. ചേച്ചമണി എങ്ങനെയുണ്ടായിരുന്നു വാവക്കുട്ടിയുടെ പിറന്നാള്? നല്ല രസമുണ്ട്. നല്ല രസമുണ്ടാ? ആ കിച്ചനൊക്കെ വയലിൽ ഊട്ടി കൊടുത്തു. ആ പിന്നെ ഊട്ടി കൊടുത്തിട്ട് എല്ലാവരും കൂടി ഫസ്റ്റ് ആയി. ആയിട്ട് വാവയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം ഏതായിരുന്നു സദ്യക്ക്? മാങ്ങു, പിന്നെ അച്ചാറ്, പിന്നെ ഏറ്റവും ഇഷ്ടമായത് പായസം ഇഷ്ടായോ? പായസം ഇഷ്ടായി. പിന്നെ പപ്പടം ഇഷ്ടായോ? പപ്പടം ഇഷ്ടമല്ല, പപ്പടം വയലിൽ കൊണ്ടുവരും. ശരി. സാമ്പാർ ഇഷ്ടായോ? അവിയല്, കൂട്ടുകറി ഇഷ്ടാവാത്തത് ഏതാ ഉള്ളതില്? പപ്പടം. പിന്നെ ഇഷ്ടാവാത്തത്? ഇല്ലില്ല, പിന്നെ ബാക്കി ഇഷ്ടം. ബാക്കിയൊക്കെ ഇഷ്ടായി. എന്തൊക്കെയാ ഒച്ച കേൾക്കണല്ലോ, കിളി കിളി കിളി. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് മനസ്സ് നിറഞ്ഞു കേട്ടോ. നമ്മൾ ഉണ്ടാക്കണേക്കാളും വലുത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് പറയുന്നതല്ലേ കേൾക്കുമ്പോൾ അതെന്നെ ഫീലാവും. അപ്പോൾ എനിക്ക് ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഉണ്ടാക്കിയതെല്ലാം ഫസ്റ്റ് ടൈം ആയിരുന്നു. കൂട്ടുകറി ഫസ്റ്റ് ടൈം. ഇതിന് മുന്നേ എൽശ്ശേരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ലൈഫിൽ ഫസ്റ്റ് ടൈം. പായസം ഇതിന് മുന്നേ എന്താ പറയുക ചെറുപയർ പായസം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടപ്രഥമൻ ആദ്യത്തെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇങ്ങനെ ഓൺ ദ ഗോ ഓൾ ടുഗെദർ നന്നായിട്ടുണ്ട്. പിന്നെ ഏട്ടൻ ഉണ്ടാക്കിയ സാമ്പാർ അത് സൂപ്പറായിരുന്നു പറഞ്ഞു. ഇല്ലേ വാവേ? ഉപ്പേരി ഇഷ്ടമായിരിക്കുന്നു എല്ലാവർക്കും. അങ്ങനെ ഓൾ ടുഗെദർ എല്ലാം നല്ലപോലെ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? ആണോ? ഇഷ്ടായി അല്ലേ? എന്തായി പായസം കുടിച്ച് മത്തായിട്ട് കിടക്കുക? മത്ത് മറിഞ്ഞ് കിടക്കുകയാണ്, ബോധമില്ല. എന്താ ചെയ്യാ? ഇത് തന്നിട്ടല്ലേ കുടിച്ചത്, അല്ലേ ഞാൻ കുടിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കണം എന്തായാലും.
ഈശ്വരാ, എത്ര പഞ്ചാര പകത്തു പോകാനുള്ള എണീറ്റ് എടുക്കും. ഇങ്ങനെ പോയാൽ മേലോട്ട് പോയില്ലേ? ആയിക്കോട്ടെ, ഇനി ഇപ്പൊ ആർക്കാ തരണം? എനിക്ക് തന്നണ്ടേ? ഒക്കെ തന്നാൻ തീർച്ചിട്ട് എന്റെ പിന്നെ എന്തത് മധുര. അതുകൊണ്ടൊന്നും പോയില്ല, ആയുസ് കൂടിയാൽ തന്നെ പോവുള്ളൂ. അതിപ്പോ ശരീരത്തിന് അനങ്ങാൻ വെക്കണ്ടേ? അസുഖം പിടിച്ച് കിടന്നെന്തി? അസുഖം ഒന്നും പിടിക്കില്ല. ഞാൻ കണ്ട ഒരസുഖം എന്നാലും മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു പിറന്നാള്? കേമായി നല്ല രസല്ലേ? പിന്നെ എന്താ കൊണ്ട് രസമായി. അച്ഛനും പറഞ്ഞല്ലോ നന്നായി ഉണ്ട്. എന്ത് സാധനമായാലും മോശമായിട്ട് ഒന്നും ഒന്നുമില്ല, മോശമായിട്ടില്ല ഒക്കെ നന്നായിക്കണം. അല്ലേ? അങ്ങനെ അമ്മയും മുത്തച്ഛനും എന്താ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. കാരണം നാളെ കോളേജ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് വഴുകാൻ പറ്റില്ല. നമുക്ക് കറക്റ്റ് സമയത്തിന് കോളേജിലേക്ക് എത്തണം. അപ്പോൾ ഏതായാലും അവർ തിരിച്ചു പോയി. ഇപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു പിറന്നാളാഘോഷമായിരുന്നു പാവക്കുട്ടിയുടെ 6ാമത്തെ പിറന്നാളാഘോഷം. അച്ഛനും അമ്മയും ഇറങ്ങിയിട്ടാ മൊത്തത്തിലൊരു ചെകുപോകയില്ലേ? രസമായില്ലേ? നന്നായിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൺസെറ്റാണ് ഇന്ന്. കാരണം എന്താ, ഫുള്ള് മൂടിക്കെട്ടിയിരിക്കുകയാണ്. മേഘാമൃതം. ഇന്ന് മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ്. സോ ഇന്നലെ രാത്രി നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ തുണി ഇന്ന് എടുത്തില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. രാത്രി ഉറപ്പായിട്ട് മഴ പെയ്യും. ഡാഡി ഫിംഗർ വേർ ആർ യു? ഹിയർ ഐ ആം. എല്ലാം അറിയാലേ അമ്മോ? പണ്ട് ഇവൾക്ക് ഇവിടെ കാലെത്തൂലായിരുന്നു. അത് കുഴപ്പമില്ല. ഇവൾക്ക് പണ്ട് കാലെത്തില്ലായിരുന്നു, ഓർമ്മണ്ടോ? അല്ലടാ, ഇവിടെ കാണൂലായിരുന്നു റോട്ടിലേക്ക്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒക്കെ കാണും, പശുവിനെയൊക്കെ കാണുമായിരുന്നു. ഇപ്പൊ ഈസി ആയിട്ട് നിന്നിട്ട് കാണാൻ മാത്രം ആള് ഹൈറ്റ് വെച്ചു. ഒന്നും ആവില്ല. അങ്ങനല്ലേ നിക്കണേ? അങ്ങനെയാണ് കാണിക്കണേ. അതൊന്നും വരില്ല അല്ലേ? അവിടെ കേറി മറിഞ്ഞെങ്കിൽ അപ്പുറത്തേക്ക് അപ്പൊ പിന്നെ താഴത്തെ സ്റ്റെപ്പിലല്ലോ, ഒന്ന് എടുത്തിട്ട് വരോ? അവിടെ എന്തിനാ വെച്ച്? നമുക്കതൊക്കെ ക്ലിപ്പ് എടുത്തിട്ട് അതിലിടണ്ടേ? അമ്മമ്മ പിന്നെ കാണാട്ടോ വണ്ടി വന്നിട്ടോ പറഞ്ഞോട് പോയി. ബാക്കി സങ്കടമായി. പിന്നെ എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇന്നത്തെ വ്ളോഗ് എന്ത് ചെയ്യണം? ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ള വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ്